ഹായ് നമസ്കാരം ഫാസിലാണ്. നമ്മളെ കർഷകന്റെ മിത്രവും അതേപോലെ കൃഷിക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു ജൈവ കീടാണു വളം കൂടിയാണ് സ്യൂഡോമോണസ്. അപ്പോൾ ഇതാണ് സ്യൂഡോമോണസ്. സ്യൂഡോമോണസ് ഇത് പൗഡർ രൂപത്തിലും കിട്ടും, അതുപോലെ ലിക്വിഡ് രൂപത്തിലും കിട്ടും. ഇതൊരു ടാക്കം പൗഡർ രൂപത്തിലാണ് ഈ സ്യൂഡോമോണസ് ഉണ്ടാവുക. അപ്പോൾ ഇതിലൊരു 10%, ഇതിപ്പോൾ ഒരു 100 ഗ്രാമിൻ്റെ പാക്കറ്റാണ്, ഇതിലൊരു 10% മാത്രമേ സ്യൂഡോമോണസ് അണുക്കൾ ഉണ്ടാവുകയുള്ളൂ. സ്യൂഡോമോണസ് പല കമ്പനിൻ്റെയും നമുക്ക് മാർക്കറ്റിലും അതേപോലെ വളക്കടകളിലും വാങ്ങാൻ കിട്ടും, ലിക്വിഡായിട്ടും വാങ്ങാൻ കിട്ടും. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് PCI എന്ന് പറഞ്ഞ കമ്പനിൻ്റെ സ്യൂഡോമോണസ് ആണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. സ്യൂഡോമോണസ് ഉപയോഗിക്കേണ്ട രീതി എന്ന് പറഞ്ഞാൽ ഒരു 10 ഗ്രാം, 5 ഗ്രാം, അത്യാവശ്യം വലിയ ചെടികളാണെന്നുണ്ടെങ്കിൽ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചതിന് ശേഷം ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത്. ചുവട്ടിലും ഒഴിച്ചു കൊടുക്കാവുന്നതാണ് സ്യൂഡോമോണസ്. അപ്പോൾ സ്യൂഡോമോണസ് പോലത്തെ ജൈവാണു കീടനാശിനികൾ അതേപോലെ വളങ്ങൾ ഉപയോഗിക്കുന്ന ടൈമിൽ അതിൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ഇതുപോലത്തെ അണു അടങ്ങിയിട്ടുള്ള കീടനാശിനികളോ വളങ്ങളോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫലം നമുക്ക് ലഭിക്കുകയില്ല. അതുപോലെ സ്യൂഡോമോണസ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എടുത്തു കഴിഞ്ഞാൽ അത് എയർ ടൈറ്റായിട്ട് ഒന്നെങ്കിൽ റബ്ബർ ബാൻഡ് ഇട്ട് വെക്കുകയോ അല്ലെങ്കിൽ നല്ല ഒരു അടപ്പിലിട്ടിട്ട് ടൈറ്റായിട്ട് മൂടി വെക്കുകയോ ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഫോളിയാർ ഫെർട്ടിലൈസർ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 15 ദിവസം കഴിഞ്ഞിട്ട് മാത്രമേ ജൈവമായിട്ടുള്ള സ്യൂഡോമോണസ് നമുക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ, എന്നാലേ അതിൻ്റെ ഫലം നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ രാസവളം നമ്മൾ ഫോളിയറായിട്ട് ഇലകളിൽ തളിക്കുന്ന രാസവളങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വല്ല കീടനാശിനികളോ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞതൊരു 2 ആഴ്ചയെങ്കിലും വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ സ്യൂഡോമോണസ് തെളിക്കാൻ പാടുള്ളൂ. അപ്പോൾ സ്യൂഡോമോണസ് നമ്മൾ ചെടികളെ വളർച്ചയ്ക്കും അതേപോലെ സർവ്വരോഗനാശിനിയായിട്ടും സ്യൂഡോമോണസ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ മനുഷ്യന്മാർ പാരസിറ്റാമോൾ കഴിക്കുന്ന പോലെയാണ് സ്യൂഡോമോണസ് ചെടികളിൽ വരുന്ന വാട്ടം, അതേപോലെ ചെടികളിൽ വരുന്ന കുമിൾ രോഗങ്ങൾ, ഇങ്ങനത്തെ കാര്യങ്ങൾക്കും കീടങ്ങളുടെ ആക്രമണം, ഈ കാര്യങ്ങൾക്ക് എല്ലാത്തിനും സ്യൂഡോമോണസ് നല്ലൊരു കീടനാശിനിയും നല്ലൊരു വളം കൂടിയാണ്. പക്ഷേ ഈ സ്യൂഡോമോണസ് നമ്മൾ ശരിയായ രീതിയിൽ ഉപയോഗിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്യൂഡോമോണസ് നമുക്കൊരു വില്ലനായിട്ട് മാറുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ സ്യൂഡോമോണസിൽ ഒരു അണുവാണ് ഉള്ളത്. അപ്പോൾ അണുവിൻ്റെയും വൈറസിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് നമ്മൾ കൊറോണ കാലത്ത് നമ്മൾ മനസ്സിലാക്കിയതാണ്. അപ്പോൾ ഈ അണുക്കൾ നമ്മൾ ശരിയായ രീതിയിൽ മാസ്ക് ഇടാതെ അല്ലെങ്കിൽ ഗ്ലൗസ് ഇടാതെ നമ്മൾ ഇത് സ്യൂഡോമോണസ് സ്പ്രേ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അതിന് ഒരുപാട് ദോഷങ്ങൾ നമുക്ക് വരാനുണ്ട്. സ്യൂഡോമോണസ് നമ്മൾ സ്പ്രേ ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഒരുപാട് പ്രൊട്ടക്ഷൻ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ മാസ്ക് ധരിക്കണം, അത് ഫുൾ കവറായിട്ടുള്ള ഗ്ലൗസ് ഇടേണ്ടതുണ്ട്. പിന്നെ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികളെ മാറ്റണം. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ സ്യൂഡോമോണസിൽ അണുക്കളാണുള്ളത്. അപ്പോൾ നമ്മളിത് സ്പ്രേ ചെയ്യുമ്പോൾ എയറിൽ കിടന്നിട്ട് ഈ അണുക്കൾ നമ്മളെ ശ്വാസകോശത്തിലേക്ക് വരും, അതുപോലെ ന്യൂമോണിയ വരാനൊക്കെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇത് ജൈവ അണുക്കളാണ് എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. അപ്പോൾ നമ്മളെ വീട്ടിലൊക്കെ ഹ്യൂമ്യൂണിറ്റി പവർ കുറഞ്ഞ ആൾക്കാരുണ്ട്, ക്യാൻസർ പേഷ്യൻ്റ് ഉണ്ട്, അവർക്കൊക്കെ ഈ രോഗം പെട്ടെന്ന് വരാൻ വേണ്ടി കാരണമാവും. കാരണം ഇത് നമ്മൾ സ്പ്രേ ചെയ്യുന്ന ടൈമിൽ വായുവിലൂടെ നമ്മളെ ശ്വാസകോശത്തിലേക്ക് വരും, അത് ന്യൂമോണിയ അതുപോലത്തെ മറ്റു രോഗങ്ങൾക്കൊക്കെ ഇത് കാരണമായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അമേരിക്ക പോലത്തെ രാജ്യങ്ങളിൽ ഇത് തെളിയിക്കപ്പെട്ടിട്ടുമുണ്ട്. അപ്പോൾ സ്യൂഡോമോണസ് നമ്മൾ വീട്ടിലാണെങ്കിലും കൃഷിയിടത്തിലാണെങ്കിലും നമ്മൾ സ്പ്രേ ചെയ്യുന്ന ടൈമിൽ അത് ലിക്വിഡ് ആയിക്കോട്ടെ പൗഡർ രൂപത്തിലായിക്കോട്ടെ, നമ്മൾ സ്പ്രേ ചെയ്യുന്ന ടൈമിൽ നമ്മൾ ശരിയായ രീതിയിൽ മാസ്ക് ധരിക്കണം. അതുപോലെ ഫുൾ കവർ ചെയ്യുന്ന രൂപത്തിലുള്ള ഗ്ലൗസ് ഇട്ടിട്ട് വേണം ഇത് സ്പ്രേ ചെയ്യാൻ. അപ്പോൾ ഇത് സ്പ്രേ ചെയ്യുന്ന ടൈമിൽ മക്കളെ അവരാരും കൂടെ കൂട്ടാതിരിക്കുക. പിന്നെ അതുപോലെ ഇത് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മാസ്ക് നശിപ്പിക്കണം. അതുപോലെ നല്ല സോപ്പ് വെള്ളത്തിലോ അല്ലെങ്കിൽ സാനിറ്റൈസറിലോ ഇട്ട് നല്ല വാഷ് ചെയ്ത് വെക്കേണ്ടതാണ്. അപ്പോൾ ചെടികളെ വളമായിട്ടും കർഷകൻ്റെ മിത്രമായിട്ടും അതുപോലെ സർവ്വരോഗത്തിനുള്ള ജൈവ അണു കീടനാശിനിയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഈ സ്യൂഡോമോണസ് ഉപയോഗിക്കുമ്പോൾ ഈ പറഞ്ഞ പ്രൊട്ടക്ഷനൊക്കെ നമ്മൾ നിലനിർത്തിക്കൊണ്ട് തന്നെ ഉപയോഗിക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ കൂടുതൽ വീഡിയോ ലഭിക്കാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്